ഒരാളെ ഒരു സാധനം കടന്നു തരുമോ? വളരെ അർജൻറ്റായിട്ടായിരുന്നു. ഒരാഴ്ചക്കകത്ത് പൈസ അങ്ങ് തരാം. അപ്പോൾ ഇപ്പം കടവും തരാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശം. അതായത് കച്ചവടമൊന്നുമില്ല. കൊച്ചു കച്ചവടക്കാർക്കൊന്നും വലിയ കച്ചവടം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ കടം എങ്ങനെ തരും? വളരെ അർജൻറ്റായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇത്രയും ആയിട്ട് കട ചോദിക്കത്തില്ല വന്നു. ഒരാഴ്ച കൊണ്ട് പണിയൊന്നും ഇല്ലായിരുന്നേ. അത് ശരിക്കും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചക്കകത്ത് എത്തിക്കാം. എല്ലാവരും ഇങ്ങനെ വന്ന് പറയും പെട്ടെന്ന് പൈസ കൊണ്ട് തരാം. അങ്ങനെ സാധനം ഞാൻ കുറെ പേർക്ക് കൊടുത്തായിരുന്നു. പക്ഷെ അവരാരും കറക്റ്റായിട്ടൊന്നും പൈസ കൊണ്ട് തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തരുന്നില്ലെന്ന് പറഞ്ഞത്. അല്ല, എന്ത് സാധനമാണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ആവശ്യം ഒരു പായായിരുന്നു. അമ്മ ഇന്നലെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തു. അപ്പം പഴയൊരു പായായിരുന്നു അവിടെ കിടന്നത്. അപ്പം അത് നാശമായി കിടക്കുക. അപ്പോൾ അതൊരു പുതിയ പായ ഉണ്ടെങ്കിൽ അതിൽ കിടത്താമെന്ന് വിചാരിച്ചായിരുന്നു. ഓ, അതിനായിരുന്നോ? അത് കുഴപ്പമില്ല, ഒരു പാ ഞാൻ തരാം. അയാൾ കൊണ്ടുപോയി പൈസ ഒന്നും തരണ്ട. കുഴപ്പമില്ല കേട്ടോ, ആവശ്യം നടക്കട്ടെ. അത് വേണ്ട, ഞാൻ എന്തായാലും പൈസ ഒരാഴ്ചക്കകത്തേക്കും കൊണ്ടുതരാം. ഞാൻ അത് തരാമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം. ആ പാ അവിടെ ഇരിപ്പുണ്ട്. അവിടുന്ന് ഒരു പാ എടുത്തു. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ ഇവിടെ കേട്ടോണ്ടിരുന്നത്. അല്ലെങ്കിലും ഇപ്പൊ നാട്ടിൻപുറത്തെ കച്ചവടക്കാർ കച്ചവടമൊന്നുമില്ല. എല്ലാവരും ഇപ്പൊ ഓൺലൈൻ വഴിയാ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ശരിയാ അത്. ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്കൊന്നും ഇപ്പൊ കച്ചവടം തീരെ കുറവാണ്. ഇപ്പൊ എല്ലാ ആൾക്കാരും ഓൺലൈൻ വഴിയാ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. നമ്മുടെ നാടിന് ഏത് രീതിയിലുള്ള ദുരന്തങ്ങൾ വന്നാലും ഞങ്ങളെപ്പോലുള്ള കൊച്ചു കച്ചവടക്കാർ സഹായിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഓൺലൈൻ കച്ചവടക്കാർ നമ്മുടെ നാടിനെ സഹായിക്കാറുണ്ടോ? ജനങ്ങൾ പക്ഷേ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും പലരും ഓൺലൈൻ വഴിയേ സാധനങ്ങൾ വാങ്ങാറുള്ളൂ.